നമ്മളെല്ലാരും റെഡിയായി. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് അങ്ങനെ 2 ദിവസത്തെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കാട്ടോ. നമ്മളെല്ലാവരും റെഡിയായി ആഗ്രയിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ കണ്ട 2 ദിവസം കുളിക്കാത്തയാണെന്ന് പറയോ? ഇല്ലല്ലോ. അതാണ് AC ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആഗ്രയിലെത്തും. ഇന്നത്തെ ഷെഡ്യൂള് നമ്മള് 9:45 ആഗ്ര ക്യാൻഡ് എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് നമ്മളെ ട്രാവലർ ഉണ്ട്, അത് പിക്ക് ചെയ്യും. അവിടെ നിന്ന് നേരെ പിന്നെ താജ്മഹൽ, അതിനുശേഷം ആഗ്ര കില, ലാൽ കില. അത് കഴിഞ്ഞ് നമ്മള് ഉച്ചക്ക് ലഞ്ച് കഴിച്ച് നേരെ ഡൽഹി കാശ്മീരി ഗേറ്റ്, അവിടെയാണ് നമ്മുടെ ബസ്. രാത്രി 9 മണിക്ക് ബസ്. അവിടെ നിന്ന് നേരെ രാത്രി അതൊക്കെയാട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. രാവിലത്തെ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. നമ്മൾ കൊണ്ടുവന്ന ബ്രെഡും പീനട്ട് ബട്ടറും ന്യൂട്രലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ആഗ്രയിൽ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. We reached Agra. അങ്ങനെ 2 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിതാ ആഗ്രയിൽ ഇറങ്ങിട്ടോ. ഇവിടുന്ന് നമ്മളൊരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഇന്ന് ആഗ്ര മൊത്തം കറങ്ങാൻ പോകുന്നത്. 2 ദിവസം AC-യിലായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ എന്തോ 39 or 40 അങ്ങനെ ആയിരുന്നു ചൂട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടിയിൽ കയറിയാൽ മതി എന്നായി. അങ്ങനെ ട്രാവലർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ലാസ്റ്റ് നമ്മൾ ട്രാവലർ വന്നു. വണ്ടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നാമത് AC ആയിരുന്നു, പിന്നെ നല്ല സ്പേഷ്യസും ആയിരുന്നു. ഭയങ്കര ചൂട്. ഇവിടെ ഇപ്പോ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ AC-ന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് 2 സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് താജ്മഹലും ഒന്ന് ആഗ്ര ഫോർട്ടും. താജ്മഹൽ എന്തായിട്ടും നമ്മൾ പോകും, പക്ഷെ ആഗ്ര ഫോർട്ട് പോകാൻ പറ്റുമോ നമുക്കറിയില്ല. കാരണം നമ്മൾ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് വെച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൂടാതെ വൻ ബ്ലോക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. കണ്ടില്ലേ, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഡൽഹി എത്തിയിട്ട് എങ്ങനെയുണ്ട്? താജ്മഹലിൽ പോവാൻ എക്സൈറ്റഡാ? വാട്ട് അബൌട്ട് യു? പറ. പറ, ഒരു ഹായ് കൊടു. AC ഉണ്ട് ഇവിടെ. എന്ന് പറയണ്ട താജ്മഹലിനെ കാണാനൊരു പിള്ളേരുടെ ആകാംക്ഷ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വളരെയധികം ചൂടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് തൊഴിലാളികളുടെ പ്രയത്ന ഫലമാണ് ആ ഒരു താജ്മഹൽ. അത് കാണാനുള്ള എൻ്റെ ഒരു മോഹം, ചെറുപ്പം മുതലേ എനിക്കതൊരു മോഹമായിരുന്നു. ഇപ്പം അത് സാധിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. താജ്മഹലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? താജ്മഹൽ നമ്മുടെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി മുംതാസ് ബീഗത്തിന് വേണ്ടി പണിയെടുപ്പിച്ച ഒരു സ്നേഹ സ്മാരകം എന്നാണ് പറയപ്പെട്ടത്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിതാ താജ്മഹൽ എത്താനായിട്ടോ. ഈ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിരുന്നു താജ്മഹൽ കാണാൻ വേണ്ടി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തി. പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു തരുമ്പോൾ കേട്ട കഥകളും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫോട്ടോസും ഒക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ താജ്മഹൽ. അത് നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. പുറത്ത് നല്ല വെയിലും ചൂടൊക്കെയാണ്, അതുകൊണ്ട് നടന്നു പോകാനുള്ള ശേഷിയൊന്നുമില്ല. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി ബുക്ക് ചെയ്തു. ഇതിന് പെർ ഹെഡ് 700 അങ്ങനെ എന്തോ ആണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇതിൽ കയറിയവർ നമ്മൾ താജ്മഹലിൻ്റെ അടുത്തെത്തിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ചുറ്റിക്കണ്ടാൽ മാത്രം മതി, അങ്ങോട്ടേക്ക് നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാവരും കയറിയിരുന്നു. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നത്. ഇതാ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. ഇവിടെ സൈഡിൽ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ അത്ര വലിയ വിലക്കുറവൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചില്ല. കുറേ ആൾക്കാർ കുട എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സൈഡിലുണ്ടായിരുന്നൊരു ഷോപ്പിൽ നിന്ന് ക്യാപ്പ് വാങ്ങി. കാരണം കുടയോ ക്യാപ്പോ ഒന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രക്കും വെയിലായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ റീൽസിലും അതുപോലെ പിൻട്രസ്റ്റിലും കണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമാതിരി ഒരു ഔട്ട്ഫിറ്റ് ഇട്ട്
താജ്മഹലിലേക്ക് പോയത്. പക്ഷെ അത് അവിടെ എത്തിയിട്ടാകുമ്പം മണ്ടത്തരായിപ്പോയി. പക്ഷെ അവിടുത്തെ ആ ഒരു ആംബിയൻസിന് ആ ഒരു ഡ്രസ്സ് നല്ല മാച്ചായിരുന്നു. പക്ഷേ ചൂട് ഈസ് അൺസൈക്കബിൾ. നമ്മൾ അവിടെ നിന്ന് ഒരു ഗൈഡിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് താജ്മഹലിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ്. എനിക്ക് ആ ഒരു എൻട്രിയിലുണ്ടാകുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മളെല്ലാ വീഡിയോസിലും കാണുന്നത്, അത് കാണാൻ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടതാണ്. ഇതിലൂടെ പോയാലാണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുക. അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ആൾക്കാരായിരുന്നു. ഇതാക്കണ്ടോ, അതിലൂടെ കാണുന്നതാണ് നമ്മൾ താജ്മഹൽ. കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വെറുതെ ഔട്ട്ഫിറ്റ് ഇട്ട് അങ്ങോട്ട് പോയി. നല്ലൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരിട്ട് കാണുമ്പോൾ താജ്മഹൽ ഈസ് വെരി ഡിഫറെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അവിടെ വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നത്. എന്ത് രസമായിരുന്നു അറിയാം. നമ്മളിങ്ങനെ നോക്കി നിന്നു. കുറച്ച് സാഹിത്യപരമായി പറഞ്ഞാൽ താജ്മഹലിൻ്റെ ഒരു ചിത്രത്തിലോ ഒരു വീഡിയോയിലോ അതിൻ്റെ ആശയപരമായ ഭാവനയെ, അതായത് ആ കലാകാരൻ സൃഷ്ടിച്ചെടുത്ത ഭാവനയെ വേണ്ടത്ര പ്രകടിപ്പിക്കാനോ പ്രതിഫലിപ്പിക്കാനോ കഴിയില്ല. നമ്മൾ വൈറ്റ് മാർബിളാണല്ലോ താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വൈറ്റ് മാർബിളിൽ തീർത്ത ഒരു യുഗത്തിൻ്റെ, ആ കാലഘട്ടത്തിൻ്റെ മഹാസൗന്ദര്യത്തെ ചിത്രീകരിക്കുന്ന അതുല്യമായൊരു ഗാംഭീര്യമാണ് നമ്മുടെ താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി ലോകത്തിന് നൽകിയ സ്നേഹത്തിൻ്റെ സ്മാരകമായ ഈ താജ്മഹൽ ഭാര്യ മുംതാസിനോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായി എന്നും നിലകൊള്ളുന്നു. ഹിസ്റ്ററി ക്ലാസ് നമുക്ക് മതിയാക്കാം. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഇതാണ് യമുന റിവർ. ഇതിൻ്റെ സൈഡിലാണല്ലോ താജ്മഹൽ ഉള്ളത്. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ കണ്ട് നമുക്ക് ഓരോ ഭാഗവും അത്രക്കും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ കൊത്തി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ താജ്മഹലിൻ്റെ അടുത്തൂടെ പോയതാണ്. താജ്മഹൽ തൊട്ടു എന്നെനിക്ക് പറയണമല്ലോ, അതിനുവേണ്ടി. ഇത് പിന്നെ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്താണ്. ഒരു ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം അവിടെയുള്ളൊരു പോലീസ് മാമൻ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്. കാരണം അവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ആണ് എടുത്തത്. അപ്പോഴേക്കും അയാൾ വന്നിട്ട് അത് അലമ്പാക്കി കളഞ്ഞു. അവിടെ ഫുൾ ചുറ്റിക്കണ്ട ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ട് കരിഞ്ഞ് വെയിലടിച്ച് കരിഞ്ഞ് ഇപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മളെ വണ്ടി വന്നു. എത്ര നല്ല വൃത്തി ഡ്രസ്സ് ചെയ്ത് പോയാലും എത്ര നല്ല സ്ഥലത്ത് പോയാലും എനിക്കൊരു നല്ല ഫോട്ടോയും വീഡിയോ കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് സംഭവിച്ചു. എനിക്കൊരു നല്ല ഫോട്ടോ, ഒരു നല്ല വീഡിയോ ഒന്നും കിട്ടിയില്ല. സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഏതായാലും ആഗ്ര ഫോർട്ട് കാണാനുള്ള ഭാഗ്യം നമുക്കില്ല നമ്മൾ മനസ്സിലാക്കി. കാരണം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ആഗ്ര ഫോർട്ട് കാണാൻ പോയാൽ നമുക്ക് മണാലിയിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫുഡും കഴിക്കാൻ പറ്റില്ല. രാവിലെ മുതലേ ബ്രെഡ് മാത്രം കഴിച്ചിട്ടുണ്ടായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വിശപ്പടക്കി നമുക്ക് സമാധാനിക്കാമെന്ന് വിചാരിച്ചു. നേരെ ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി. കിഡിലൻ ആംബിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള ഓരോ സൈഡും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി സീലിങ്ങിലൊക്കെ വളകളൊക്കെ കൊണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൻറ്റിക് പീസസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഒരു പഞ്ചാബി വൈബ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ മുതലാളി ഈസ് ഫ്രം പഞ്ചാബ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് വന്നു. നമ്മൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബട്ടർ നാനും അതിനൊരു കറി, എനിക്ക് മറന്നു ഏത് കറിയാണ് വാങ്ങിച്ചതെന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ചോറ് सालन लीजिए ना, सालन കച്ചമ്പറ്, നമ്മളതേ കച്ചമ്പറ്. അതിലൊരു ജീരക കൂട്ടിന് തോന്നും. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ ഫുഡ്. നമ്മൾ യു പിയിൽ ആഗ്രയിൽ ഇത്രയും വിചാരിച്ചാൽ നമുക്ക് ഇത്ര അടിപൊളി ഭക്ഷണം കിട്ടുന്നത്. ഒരു അടിപൊളി ഫുഡ്. വിചാരിച്ചതിനേക്കാളും സൂപ്പർ ബിരിയാണി, സൂപ്പർ ബട്ടർ നാൻ, സൂപ്പർ കറി. എനിക്ക് വളരെ ഇഷ്ടമായി.
കണ്ടില്ലേ, എല്ലാവരുടെ പ്ലേറ്റും കാലിയാണ്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഫുഡ്. നമ്മളങ്ങനെ അവിടെ നിന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ച ശേഷം ഇറങ്ങാൻ നിൽക്കുവാണ്. ഇനി നമുക്കൊരു 4-5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നേരെ കാശ്മീർ ഗേറ്റിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മളെ ബസ് ഉള്ളത്. എന്നിട്ട് നമ്മൾ നേരെ അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ എവിടെയോ എത്തി. ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ഇവിടുത്തെ ചായക്ക് നോർമലല്ല, മസാല ചായ എന്ന് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കിത് ഇഷ്ടപ്പെടില്ലെന്ന്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനിത് 2-3 പ്രാവശ്യമൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ കപ്പൊക്കെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പായിരുന്നു. അത് ഡിസ്പോസിബിളാണ്. അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ നമ്മളൊരു കുൽഫി വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാശ്മീർ ഗേറ്റിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് മണാലിയിലേക്കുള്ള ബസ് ഉള്ളത്. അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കണ്ടേ. നമ്മൾ വിചാരിച്ച് ഹോട്ടലിൽ നിന്നും പോകണ്ട, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ എവിടുന്ന് കഴിക്കും ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ എന്ത് കഴിക്കുന്നില്ല കൺഫ്യൂഷനൊടുവിൽ ലാസ്റ്റ് നമ്മൾ ബ്രെഡ് ഓംലെറ്റിലേക്ക് എത്തി. കുറച്ച് പേര് മാഗി കഴിച്ചു. കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് എന്നെ അത്ര വിശ്വാസമില്ല. ഇനി സ്ട്രീറ്റിൽ നിന്ന് അങ്ങനെ കഴിച്ച് ഇനി ഫുഡ് പോയ്സൺ അടിച്ച് റൂമിൽ കിടക്കേണ്ടി വന്നാൽ നമ്മൾക്ക് മണാലി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ അങ്ങനെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ടൊരു ബ്രെഡ് ഓംലെറ്റിൽ നമ്മൾ ഒതുക്കി. യൂട്യൂബിൽ കാണില്ല അതേപോലെ ആക്കുന്നത്. അതൊന്ന് ചോദിച്ചോക്കണം ഓർത്തോൻ അപ്പൊ ഇത് വേണോ ചങ്ങിരിടുന്ന അപ്പൊ എല്ലാരും ഉറങ്ങിക്കോ. നമുക്ക് രാവിലെ മണാലിയിൽ എണീക്കാട്ടാ. 8 മണി 7-8 മണിയാകുമ്പോ ഗുഡ് നൈറ്റ്. ഹായ്. അപ്പോ ഹായ് ഗൈസ്, നമ്മളപ്പോ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് പുറപ്പെടുകയാണ്. രാവിലെ 7 മണിക്ക് നമ്മൾ മണാലി എത്തുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്.